ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പല്ലിയുടെ വർഗത്തിൽപ്പെട്ട ലെപ്പാർഡ് ഗെക്കോയെ കുറിച്ചാണ്. ഇവ പല്ലിയുടെ കുടുംബത്തിൽപ്പെടുന്നവയാണെങ്കിലും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ പല്ലിയല്ല. ഇവ വളരെ കാമായും കയ്യിലെടുക്കാവുന്ന വിധത്തിൽ ഫ്രണ്ട്ലിയും ആയിരിക്കും. ഇവയുടെ ശരീരത്തിൽ ലെപ്പാർഡിനെ പോലെയുള്ള പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. വെള്ള, മഞ്ഞ, കറുപ്പ് ചേർന്ന നിറങ്ങളിൽ ഇവയെ കാണാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നിവയാണ് ഇവയുടെ നേറ്റീവ് കൺട്രികൾ. ഇവയ്ക്ക് വരണ്ട റോക്ക് നിറഞ്ഞ പ്രദേശമാണ് അനുയോജ്യം. ലെപ്പാർഡ് ഗീക്കോ എന്നത് ബിഗിനർ പെറ്റ് ലവേഴ്സിനോ വളരെ സേഫും ഈസിയുമായ ഒരു എക്സോട്ടിക് പെറ്റാണ്. ഇവയ്ക്ക് ചെറിയ ഗ്ലാസ് ടാങ്ക് മതി. കുറച്ച് ചൂടുള്ള ഡ്രൈ ആയ എൻവയോൺമെൻറ്റ് നൽകണം. 1-2 ഹൈഡിംഗ് സ്പോട്ട്സ് നൽകാം. ഇവ കൂടുതലും ആക്റ്റീവായി കാണപ്പെടുന്നത് നൈറ്റ് ടൈമിലാണ്. അതിനാൽ ഡേ ടൈമിൽ ഇവയ്ക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഇവ ശുദ്ധമായ ഇൻസെക്ടിവോറാണ്. അതായത് പുഴുക്കളാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ. മീൽ വേംസ്, ക്രിക്കറ്റ്സ്, വാക്സ് വേംസ് തുടങ്ങിയവ. ഇവയ്ക്ക് ഫീഡിംഗ് ചെയ്യുമ്പോൾ കാൽഷ്യം പൗഡർ ടെസ്റ്റ് ചെയ്ത് നൽകാം. ഇതുവഴി കഴിക്കുന്നതിൽ നിന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരാതെ തടുക്കാം. ഇവയുടെ കൂടുകളിൽ ഫ്രഷ് വാട്ടർ ബൗൾ നിർബന്ധമായും വേണം. ഇവയുടെ എൻക്ലോഷർ എപ്പോഴും വൃത്തിയായിരിക്കണം. ഹെൽത്തിയായ മെയിൽ ആൻഡ് ഫീമെയിൽ ഗീക്കോസ് ഉണ്ടെങ്കിൽ ഇവ ബ്രീഡ് ചെയ്യും. ഫീമെയിൽസ് മേറ്റിംഗ് നടത്തിയതിനു ശേഷം 2 മുട്ട വയ്ക്കും. എഗ്സ് ഇൻക്യുബേറ്റ് ചെയ്താൽ 45 മുതൽ 60 ദിവസം കൊണ്ട് ബേബി ഗീക്കോസ് മുട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ബേബിയുടെ ജെൻഡർ പോലും നിശ്ചയിക്കാം. ബേബി ഗീക്കോ പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ ഏതാണ്ട് 1 മുതൽ 2 വർഷം വേണ്ടിവരും. ശരിയായ കെയർ ലഭിച്ചാൽ ലെപ്പാർഡ് ഗീക്കോകൾക്ക് 15 മുതൽ 20 വർഷം വരെ ജീവിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ വളർത്തുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. ഇവ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയ ജീവിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് പേടി കാണിച്ചേക്കാമെങ്കിലും കാലക്രമേണ ഇവ നമ്മളെ മനസ്സിലാക്കും. വളരെ സോഫ്റ്റായി മാത്രമേ ഇവയെ ഹാൻഡ്ലിംഗ് ചെയ്യാവൂ. ഇവയുടെ ടെയിൽ ഒരു കാരണവശാലും പിടിക്കരുത്. ഇവ സ്ട്രെസ്ഡ് ആയാൽ ടെയിൽ ഡ്രോപ്പ് ചെയ്യും. പക്ഷേ പേടിക്കേണ്ടതില്ല, ടെയിൽ വീണ്ടും വളരും. ഇവയുടെ കൂടുകൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എന്നിവയെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. വാങ്ങുമ്പോൾ ക്യാപ്റ്റീവ് ബ്രെഡ് ഗീക്കോ ആണോ എന്ന് പരിശോധിക്കണം. അതായത്
വൈൽഡിൽ നിന്ന് പിടിച്ചു വളർത്തുന്നവയല്ലാതെ മനുഷ്യർ വീട്ടിൽ അല്ലെങ്കിൽ ഫാമിൽ വളർത്തിയതിൽ നിന്ന് ജനിച്ച ഗീക്കോകൾ ആണെന്നുറപ്പിക്കണം. കാരണം കാപ്റ്റീവ് ബ്രെഡ് ഗീക്കോസ് യൂഷ്വലി ഹെൽത്തിയർ ആണ്. ഇവ മനുഷ്യരുടെ സാന്നിധ്യത്തിനനുസരിച്ച് ജീവിക്കും. എന്നാൽ വൈൽഡിൽ ഗീക്കോകൾക്ക് പലതരം ഡിസീസ്, സ്ട്രെസ് കൂടാതെ നിയമപരമായ തടസ്സങ്ങളും ഉണ്ടാകാം. ലെപ്പാർഡ് ഗീക്കോയ്ക്ക് പലതരം മോർഫ്സ് ഉണ്ട്, അതായത് നിറങ്ങളിലും പാറ്റേണുകളിലും വ്യത്യാസങ്ങൾ. ഹൈ യെല്ലോ, ആൽബിനോ, ടാങ്കറിൻ, സ്നോ തുടങ്ങിയവയാണ് പ്രശസ്തമായ മോർഫ്സ്. ഇവയുടെ വിലയും പരിചരണ രീതിയും ഇത്തരം മോർഫ്സ് അനുസരിച്ച് മാറാം. ലെപ്പാർഡ് ഗീക്കോ ബിഗിനർ എക്സോട്ടിക് പെറ്റ് ലവേഴ്സിന് പെർഫെക്റ്റ് ആണ്. ക്യൂട്ട് ലുക്ക്, സിമ്പിൾ കെയർ, കാം ബിഹേവിയർ എല്ലാം കൂടി ഇവയെ ഒരു ഐഡിയൽ പെറ്റാക്കി മാറ്റുന്നു. പെറ്റ് സ്നേക്ക്, ഫ്രോഗ്സ് തുടങ്ങിയവയ്ക്കുള്ള ആൾട്ടർനേറ്റീവായി ഇതൊരു സേഫ് ഓപ്ഷനാണെന്നത് തീർച്ച. ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.